ഗൾഫിലെ അമേരിക്കൻ രഹസ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഇറാൻ മാത്രമല്ല, അതിൽ റഷ്യയുടെ നിഴലുമുണ്ടോ? ഈ ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും ആശങ്കയിലാഴ്ത്തുന്ന വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഗൾഫ് യുദ്ധത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറ്റൊരു മഹാശക്തിയുടെ കൈയുണ്ടോ എന്ന ചോദ്യമാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ ലക്ഷ്യങ്ങൾ ആക്രമിച്ച സംഭവങ്ങളിൽ റഷ്യയുടെ സാങ്കേതിക സഹായം ഉണ്ടായിരിക്കാമെന്നുള്ളൊരു അനുമാനത്തിലേക്ക് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആധുനിക ഡ്രോൺ സാങ്കേതികവിദ്യ, ലക്ഷ്യസ്ഥാന വിവരങ്ങൾ കണ്ടെത്തുക, അതല്ലെങ്കിൽ കൃത്യമായ ടാർഗറ്റിംഗ് ഡേറ്റ എന്നിവ ഒന്നും ഇറാന്റെ പക്കലില്ല. ഇറാൻ അത്രയധികം കഴിവില്ല എന്നൊരു തലത്തിലേക്ക് നിലവിൽ അനുമാനിക്കുന്നു. റഷ്യ ഇറാനുമായി സഹകരിച്ചുകൊണ്ട് സാങ്കേതിക സംവിധാനങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു. അന്തിമ നിഗമനത്തിൽ അമേരിക്ക ഇതുവരെ എത്തിയിട്ടില്ല. എന്നിരുന്നാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആക്രമണങ്ങളുടെ കൃത്യതയും ഇറാൻ റഷ്യ സൈനിക സഹകരണത്തിന്റെ ആഴവും സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാർച്ചിൽ സൗദി അറേബ്യയിലെ റിയാദിലുള്ള അമേരിക്കൻ എംബസി സമുച്ചയത്തിലെ CIA കേന്ദ്രവും കിഴക്കൻ ഇറാഖിലെ മറ്റൊരു രഹസ്യ കേന്ദ്രവും ഡ്രോൺ ആക്രമണത്തിനിരയായിരുന്നു. വിദഗ്ധർ വിലയിരുത്തിയതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നവീകരിച്ച ഷാഹിദ് ഡ്രോണുകളായിരിക്കാം ഈ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ്. ഒരു ഡ്രോൺ ആദ്യം എംബസിയുടെ പുറം ഭാഗത്തെ സുരക്ഷാ ദൗർബല്യം കണ്ടെത്തി. അതിന് പിന്നാലെ രണ്ടാമത്തെ ഡ്രോൺ അകത്ത് കയറി പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഇറാൻ അങ്ങനെ നടത്തിയെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു തലയുണ്ടാകും. അന്ന് ആളപായം ഉണ്ടായില്ലെങ്കിലും അമേരിക്കയുടെ സുരക്ഷാ സംവിധാനത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു. വലിയൊരു മുന്നറിയിപ്പായിരുന്നു ഈ സംഭവം. റഷ്യ വികസിപ്പിച്ചെടുത്ത കൊമെറ്റ M സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനവും ഇറാന്റെ ഡ്രോണുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നുള്ളൊരു സംശയം ഇതിന് പിന്നാലെ ഉയരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുക എന്നത് മോസ്കോയ്ക്കും ടെഹ്റാനും പൊതുവായ ഒരു ലക്ഷ്യം തന്നെയാണ്. മുൻ CIA ഉദ്യോഗസ്ഥൻ ഡാനിയൽ ഹോഫ്മാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ പങ്ക് തെളിയിക്കുന്ന അന്തിമ തെളിവുകൾ ഇതുവരെയും പുറത്തു കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗൾഫ് യുദ്ധത്തിന്റെ പിന്നാമ്പുറത്ത് ഒരു നിശബ്ദ സഖ്യം, നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടുകെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമറിയാൻ വേണ്ടി ലോകം തന്നെ കാത്തിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.